വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്ത എമ്പുരാൻ സിനിമയുടെ റീ എഡിറ്റിംഗ് പതിപ്പ് ബുധനാഴ്ച പ്രദർശനത്തിനെത്തും. രാഷ്ട്രവിരുദ്ധതയും കേന്ദ്ര ഏജൻസികൾക്കെതിരായ വിമർശനവും അടക്കമുള്ള 17-ലധികം രംഗങ്ങൾ ഒഴിവാക്കിയാകും പുതിയ പതിപ്പ് പ്രദർശിപ്പിക്കുക. ചിത്രം തിങ്കളാഴ്ച പ്രദർശനത്തിനെത്തുമെന്നാണ് ആദ്യം അറിയിച്ചതെന്നാൽ സാങ്കേതിക തകരാറ് മൂലം മാറ്റിവെക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ടിൻറ്റു ദാസ് ചേരുന്നു. ടിൻറ്റു, നമുക്കറിയാം എമ്പുരാൻ സിനിമയുണ്ടാക്കിയ വിവാദം എത്രത്തോളമാണ് എന്നുള്ളത്. എന്തായാലും ആ രാഷ്ട്രവിരുദ്ധ ഭാഗങ്ങളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് എഡിറ്റഡ് വേർഷൻ ബുധനാഴ്ചയോടുകൂടി എല്ലാ തിയേറ്ററുകളിലും എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണോ? കാരണം നേരത്തെ തിങ്കളാഴ്ച എന്ന് പറഞ്ഞിരുന്നു. ചില സാങ്കേതിക തകരാറുകൾ കാരണം അത് നീണ്ടുപോവുകയായിരുന്നു. എന്തായാലും ബുധനാഴ്ചയോടുകൂടി അത് കൃത്യമായി തന്നെ എഡിറ്റ് ചെയ്ത പതിപ്പ് തന്നെയാണോ എല്ലാ തിയേറ്ററുകളിലും എത്തുക? ഗുഡ് മോർണിംഗ് രോഹിണി. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ചയോടുകൂടി റീ എഡിറ്റ് ചെയ്ത എമ്പുരാന്റെ പതിപ്പ് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 17ഓളം രംഗങ്ങളാണ് റീ എഡിറ്റിംഗിലൂടെ അല്ലെങ്കിൽ റീസെൻസറിങ്ങിലൂടെ ഒഴിവാക്കിയിട്ടുള്ളത്. 3 മണിക്കൂറിലധികം ഉണ്ടായിരുന്ന സിനിമ ഇപ്പോൾ 3 മണിക്കൂറിനകത്തേക്കാണ് വെട്ടി ഒതുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. തിങ്കളാഴ്ചയോടെ കൂടി ഈ സിനിമ റീ എഡിറ്റ് ചെയ്ത സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് 2 ദിവസം അധികം മുന്നിലേക്ക് നീക്കി നൽകിയിരിക്കുന്നത്. രാഷ്ട്രവിരുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളെ ഉൾപ്പെടെ അപമാനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടാണ് ഈ 3 മണിക്കൂറിൽ കൂടുതലുണ്ടായിരുന്ന ഈ സിനിമ ആദ്യം പുറത്തിറങ്ങിയത്. വലിയ വിമർശനങ്ങൾക്കൊടുവിലാണ് സിനിമ റീ എഡിറ്റ് ചെയ്യാൻ നിർമ്മാതാക്കൾ തന്നെ അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് ഇത്തരത്തിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് എമ്പുരാന്റെ പതിപ്പ് റീ എഡിറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 17ഓളം രംഗങ്ങളാണ് ഇത്തരത്തിൽ റീ എഡിറ്റിംഗിലൂടെ ഒഴിവാക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും വില്ലൻ കഥാപാത്രത്തിന്റെ പേരുൾപ്പെടെ മാറ്റും എന്നാണ് നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ട് ഐമാക്സിലൂടെ പുറത്തു വരുന്ന ചിത്രവും കൂടിയാണ് എമ്പുരാൻ സിനിമ. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് സിനിമയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. സിനിമ ഒരുപക്ഷെ നാഷണൽ ഹെഡ്ലൈൻ എന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സിനിമയ്ക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഈ ഓർഗനൈസർ പത്രം ഉൾപ്പെടെ ഓർഗനൈസറിന്റെ എഡിറ്റോറിയൽ ഉൾപ്പെടെ സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രവിരുദ്ധ പരാമർശങ്ങളും കേന്ദ്ര ഏജൻസികളെ ഉൾപ്പെടെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ചിത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ അഖണ്ഡതയും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ഒത്തൊരുമയൊക്കെ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ വിഭജിക്കപ്പെട്ട രാജ്യത്തെ വീണ്ടും മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഒക്കെ വിഭജിക്കുന്ന രീതിയിലുള്ള ട്രിഗറിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രേരണകൾ ഈ സിനിമയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതേ തുടർന്ന് ഈ സിനിമയുടെ സംവിധായകനും അതോടൊപ്പം തന്നെ പ്രധാന കഥാപാത്രവുമായിട്ടുള്ള സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജും പ്രധാന കഥാപാത്രമായിട്ടുള്ള മോഹൻലാലും ഈ വിവാദ പരാമർശങ്ങളിൽ ഖേദം രേഖപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു. അതും വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. സിനിമ റിലീസ് ചെയ്ത 6 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ വിവാദങ്ങളാണ് ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒത്തൊരുമയെ തന്നെ കാര്യമായ രീതിയിൽ ബാധിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് സിനിമയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സമൂഹത്തെ 2 ചേരിയായി തിരിച്ചുകൊണ്ട് വിദ്വേഷം ഉണ്ടാകുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അതോടൊപ്പം തന്നെ അത്തരം പ്രശ്നങ്ങളൊക്കെ സിനിമയിൽ ഉന്നയിച്ചിട്ടുണ്ട്. 2002 ഗുജറാത്ത് ഗോദ്ര സംഭവം അത് ഏകപക്ഷീയമായിട്ടുള്ള രീതിയിലാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയർന്നത്. ആ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് അത്തരം രംഗങ്ങളും അത്തരം പരാമർശങ്ങളും സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും സിനിമയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രോഹിണി. ശരി ടിൻറ്റു, എന്തായാലും വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്ത എമ്പുരാൻ സിനിമയുടെ റീ എഡിറ്റിംഗ് പതിപ്പ് ബുധനാഴ്ച പ്രദർശനത്തിനെത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. രാഷ്ട്രവിരുദ്ധതയും കേന്ദ്ര ഏജൻസികൾക്കെതിരായ വിമർശനവും അടക്കമുള്ള 17-ലധികം രംഗങ്ങൾ ഒഴിവാക്കി തന്നെയാണ് പുതിയ പതിപ്പ് പ്രദർശിപ്പിക്കുക. ടിൻറ്റു ദാസാണ് വിവരങ്ങൾ നൽകിയത്.